പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം ദുഷ്ടശത്രുവിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമത്തിൽ വീണ്ടും കണ്ടുമുട്ടാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു. കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ നാമത്തിൽ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങൾ എല്ലാവരും പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ കർത്താവിൻ്റെ ഉത്ഥാന തിരുനാളിനൊക്കെ ശേഷം ഈ ഒരു കാലഘട്ടത്തിൽ പുതിയൊരു അഭിഷേകത്തിന് വേണ്ടി നമ്മളുള്ള പരിശുദ്ധാത്മ ഉജ്ജ്വലിക്കാൻ വേണ്ടി ഒരു പന്തക്കൊസ്ത, ഒരു പുതിയ ഉണർവ്, കാത്തിരിപ്പിന്റെ പ്രാർത്ഥന, അതിനുവേണ്ടി ഒരുങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ. സന്തോഷത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരൻ, നമുക്ക് എഴുന്നേരുന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഉണർവ്, വലിയൊരു അഭിഷേകം, വലിയൊരു കൃപയുടെ വിടുതൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും അതെല്ലാം മാറാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പവർഫുള്ളാണ് നമ്മൾ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കാരണം അഭിഷേകത്തിന്റെ കാറ്റിറങ്ങിയാൽ, അഭിഷേകത്തിന്റെ ജ്വലനം വന്നാൽ നിലവിലിരിക്കുന്ന വ്യവസ്ഥിതികളെല്ലാം മാറും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചോക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദിമ സഭയിൽ എന്തുമാത്രം പ്രതിസന്ധികളും പ്രശ്നങ്ങളുമായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ കാറ്റിറങ്ങി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങി, വലിയ വ്യത്യാസങ്ങളായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗോലിയാത്ത് ഇങ്ങനെ അരങ്ങ് തകർത്ത് ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഭിഷേകത്തിൽ നിറഞ്ഞ ദാവീദ് ഇറങ്ങി കാര്യങ്ങൾക്കൊരു തീർച്ചയായും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ചെങ്കടൽ കടന്ന് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവരുമ്പോൾ ചിന്തിച്ചു നോക്ക്, ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ മോശം നേതൃത്വം കൊടുത്തപ്പോ ഒരു കൃപയായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയരട്ടെ, ഹൃദയം തുറക്കട്ടെ, മനസ്സ് തുറക്കട്ടെ, ആരാധിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. ഹല 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 ഹല. വലിയ ദാഹത്തോടെ, വലിയ ഉണർവോടെ, വലിയ അഭിഷേകത്തോടെ, വലിയ കൃപയോടെ പാടി പാടി ആരാധിക്കുന്നു. കൈകൾ അടിച്ച് അഭിഷേകം, അഗ്നി അഭിഷേകം ചേർന്ന സന്തോഷത്തോടെ പാടാം. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. സെഗിയോ ശാലയിൽ ഇറങ്ങിയപ്പോ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോ. സെഗിയോ ശാലയിൽ ഇറങ്ങിയപ്പോ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോ. ആത്മനദിയായൊഴുകണം
ഹല 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 ഹല. ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുന്നു, ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് ഒരു മനസ്സോടെ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ചപ്പോൾ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇടപെടണമേ കർത്താവേ. പ്രതിസന്ധികൾ, കടബാധ്യതകൾ, പൈശാചിക പീഡകൾ, തടസ്സങ്ങൾ, ദുർദർശനങ്ങൾ, ബന്ധനങ്ങൾ, ആധിപത്യങ്ങൾ എല്ലാം വിട്ടൊഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവായ ദൈവമേ, ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിന്നിരുന്ന ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ ഇറങ്ങിയതുപോലെ ഇറങ്ങണമേ, വ്യാപരിക്കണമേ. ഇസ്രായേലിനെ അത്ഭുതകരമാ മോശയിലൂടെ നയിച്ചതുപോ ചെങ്കടൽ നടുവിൽ നീതിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ചതുപോ ഇസ്രായേലിനെ അത്ഭുതകരമാ മോശയിലൂടെ നയിച്ചതുപോ ചെങ്കടൽ നടുവിൽ നീതിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ചതുപോ ഈ നിന്നാസരിൽ വീശും പാവന ൂഹായായി നീ വരണേ. ഈ നിന്നാസരിൽ വീശും പാവന ൂഹായായി നീ വരണേ. സഖിയോ ചാലയിൽ ഇറങ്ങിയപ്പോ ശിഷ്യരിലോ നീ കൈകൾ ഉയർത്തി. സഖിയോ ചാലയിൽ ഇറങ്ങിയപ്പോ ശിഷ്യരിലോ നീ പകർന്നതുപോ ആത്മനദിയായൊഴുകണമേ, ആത്മസ്നാനം നൽകണമേ. ആത്മനദിയായൊഴുകണമേ, ആത്മസ്നാനം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല. ഓ പരിശുദ്ധാത്മാവേ, ഓ ജ്ഞാനസ്നാനത്തിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, വചനങ്ങൾക്ക് ഉജ്ജ്വലിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളിപ്പോൾ ശരണപ്പെടുകയാണ്, ഞങ്ങളിപ്പോൾ ആശ്രയിക്കുകയാണ്. ഓ പരിശുദ്ധാത്മാവ് വഴി നടത്തണമേ, പരിശുദ്ധാത്മാവെ മാർഗങ്ങൾ പറഞ്ഞു തരണമേ, പരിശുദ്ധാത്മാവെ ഞങ്ങളെ കൈവടിയരുത്. ഓ അച്ചാരമായി നൽകപ്പെട്ട പരിശുദ്ധാത്മാവേ, സ്വർഗത്തിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് വരെ സന്തത സഹചാരിയായി കൂടി ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട റൂഹായേ, ഹല 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 ഹല. പരിശുദ്ധാത്മാവേ, 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 ഹല 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 ഹല. 6-10 ചൂട് പിടിപ്പിക്കുന്ന റൂഹായേ, തളർന്നു പോലെ ശക്തിപ്പെടുന്ന പരിശുദ്ധാത്മാവേ, തളർന്ന മനസ്സുകളിൽ ശക്തി പ്രാപിക്കട്ടെ. ഹല 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 ഹല. ദിശ അറിയാതിരിക്കുന്നവർക്ക് ശക്തമായ ലക്ഷ്യവാദം ഇപ്പോൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹല 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 ഹല. തഴക്ക ദോഷങ്ങളിൽ അടിമപ്പെട്ട് കിടക്കുന്ന ഓരോ വ്യക്തികളും കുടുംബങ്ങളും യേശുവിന്റെ നാമത്തെ ശക്തിയാൽ, പരിശുദ്ധാത്മ അഭിഷേക ശക്തിയാൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹല 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 ഹല. യേശുവേ ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമേൻ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പതിവുകൾ തെറ്റിക്കരുത്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ പലതരത്തിലുള്ള പതിവുകൾ കീപ്പ് ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും. ചിലർക്ക് രാവിലെ എഴുന്നേറ്റാൽ ഒരു കട്ടൻ ചായ കട്ടൻ കാപ്പിയെ കുടിക്കണം, അതൊരു പതിവാണ്. അതിന് ക്ഷീണം തട്ടിയാൽ
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെട്ടെന്ന് അങ്ങോട്ട് വയലൻ്റ് ആവും. അങ്ങനെ ജീവിതത്തിൽ പലതരത്തിലുള്ള പതിവുകൾ ഉള്ളവരുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ വ്യക്തികൾ വൈകുന്നേരം സിറ്റിക്കൊക്കെ ഒന്ന് ഇറങ്ങണം, ടൗണിലൊക്കെ ഒന്ന് പോകണം. ഒരു പതിവാണ്, അത് നാച്ചുറലായിട്ട് അങ്ങോട്ട് ഒരു പതിവാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആണ്ടുവട്ടത്തിന് പെരുന്നാൾ കൂടാൻ വേണ്ടി തലപ്പള്ളിയിലേക്ക് പോകുന്ന ഒരു പതിവാണ്. ഞാൻ ഓർക്കുന്നു ചെറുപ്പ കാലഘട്ടത്തിൽ അതൊന്ന് എല്ലാ വർഷവും അല്ലേ പിന്നെ തലപ്പള്ളിയിൽ എവിടെയാണ് അവിടെ പോയി പെരുന്നാൾ കൂടുക ഒരു പതിവാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഈ പതിവുകൾ, പെരുന്നാൾ കൂടാൻ വേണ്ടി പോകുന്ന സമയത്ത് അല്ലേ വീട്ടിൽ നിന്ന് പൈസ മേടിക്കുക, നേർച്ചയിടാൻ ഒരു പതിവാണ്. ഈ പതിവുകൾ തെറ്റിയാൽ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു ശൈലി നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പം ഞാൻ വിചാരിക്കാൻ, ഒരു ഇടവകയിലാണെങ്കിൽ ആ ഇടവകയിൽ തിരുനാൾ പ്രദക്ഷിണത്തിന് ഒരു പതിവുണ്ട് അല്ലേ. പ്രധാന പല പ്രദക്ഷിണത്തിന് രൂപം എടുക്കുക ചിലരുടെ അവകാശമാണ് അല്ലേ. ചില പ്രദക്ഷിണങ്ങൾക്ക് ചില പ്രത്യേക രീതികൾ, അതിനകത്തൊക്കെ വ്യത്യാസം വരുത്തിയ വിവരം അറിയും. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പതിവുകൾ തെറ്റുമ്പോ പലതരത്തിൽ അതിന്റെ പ്രതികരണങ്ങൾ നടത്തുന്ന നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ചില പതിവുകൾ നിർബന്ധമാണെന്ന് ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ബൈബിളിൽ ചില ഉദാഹരണങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ നമുക്ക് ഒരുമിച്ചൊന്ന് നോക്കിയതിന് ശേഷം നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 42-ാമത്തെ തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 2:42. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നസറത്തിലെ തിരുക്കുടുംബം, പരിശുദ്ധ അമ്മയുടെ യോസേപ്പ് പിതാവിന്റെ കുടുംബം, ആ വാക്ക് ശ്രദ്ധിച്ച്, പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് 1 വയസ്സുള്ളപ്പോഴും 2 വയസ്സുള്ളപ്പോഴും 3 വയസ്സും എല്ലാ വർഷങ്ങളിലും അവർ തിരുനാളിന് പോകും. അത് ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിയില്ല. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തിരുനാളിന് പോവുക ആ കുടുംബത്തിന് ഒരു പതിവാണ്, വളരെ നല്ല കാര്യം. അടുത്ത പദം നമുക്ക് പഠിക്കാം. വിശുദ്ധ മർക്കോസ് സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ അതിന് 1-ാമത്തെ തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് മാർക്ക് ചാപ്റ്റർ 10:1. ഈശോയുടെ ജീവിതത്തിലെ മറ്റൊരു പതിവാണ്. അവൻ അവിടം വിട്ട് യോദയായിലേക്കും ജോർദാനും മറുകരയിലേക്കും പോയി. വീണ്ടും ജനങ്ങൾ അവന്റെ അടുക്കൽ ഒരുമിച്ച് കൂടി പതിവ് പോലെ അവൻ അവരെ പഠിപ്പിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഈശോ ചെയ്തിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, എല്ലാ ദിവസവും ഈശോ ചെയ്തിരുന്ന ഒരു കാര്യം, ജനക്കൂട്ടത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ, ജനക്കൂട്ടം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ വചനം പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതൊരു പതിവാണ്, അതിന് തെറ്റുന്നില്ല. അതുകൊണ്ടാണല്ലോ സുവിശേഷകൻ പതിവ് പോലെ, വല്ലപ്പോഴും നല്ല, എല്ലാ ദിവസവും പതിവ് പോലെ അവൻ വചനം പഠിപ്പിച്ച് രേഖപ്പെടുത്തിയിരിക്കുക. മറ്റൊരു പതിവ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലാണ് 4-ാമത്തെ അധ്യായത്തിൽ 16-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 4:16. യേശു താൻ വളർന്ന സ്ഥലമായ നസറത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ സാബത്ത് ദിവസം വിശുദ്ധ ഗ്രന്ഥ വായനയുണ്ട്. അപ്പോൾ ഈശോ ചെയ്തിരുന്ന കാര്യം പതിവ് പോലെ, കാരണം എല്ലാ ദിവസവും അല്ലേ. ഇപ്പം നമ്മുടെ കുർബാനയ്ക്ക് കൂടുന്ന കുട്ടികൾ എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോയി അവർ കുർബാനയ്ക്ക് കൂടുന്നു. പതിവ് പോലെ അവൻ വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ നാളുകളിൽ പ്രത്യേകിച്ച് ഈശോയുടെ കുരിശുമരണ, പീഡാസഹന, ഉത്ഥാനത്തെ കുറിച്ചൊക്കെ വായിച്ച ഈ നാളുകളിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട തിരുവചന ഭാഗമുണ്ട്. അത് വിശുദ്ധ മർക്കോസ് ശേഷം 15-ാമത്തെ അധ്യായത്തിൽ 8-ാം തിരുവചനമാണ്, ഗോസ്പൽ ഓഫ് സെന്റ് മാർക്ക് ചാപ്റ്റർ 15:8. ജനക്കൂട്ടം പീലാത്തോസിന്റെ അടുത്ത് ചെന്ന് പതിവുള്ള ആനുകൂല്യത്തിന് അപേക്ഷിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾക്കറിയാം, ബറാബാസിനെ വിട്ടുകിട്ടണമെന്ന് പറയുന്ന ഈ കാര്യത്തിന് വേണ്ടി പീലാത്തോസിന്റെ അടുത്ത് ചെല്ലുകയാണ്. കാരണം എല്ലാ പെസഹ തിരുനാളും തടവ് പുള്ളികളെ ഒരാളെ മോചിപ്പിക്കുക എന്നൊരു പതിവായിരുന്നു. അപ്പൊ പീലാത്തോസ് ഈശോയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചോദിക്കുന്നത് നിങ്ങൾക്കറിയാം. അപ്പൊ നോക്കിയേ, പതിവുകൾ തെറ്റാൻ സമ്മതിക്കില്ല, പതിവുകൾക്ക് മാറ്റമില്ല. വീണ്ടും
വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ 39-ാം തിരുവചനം. ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 22 വേഴ്സ് 39. അവൻ പുറത്ത് വന്ന് പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി, ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയാ, ഹല്ലേലൂയ. അപ്പോൾ ഈശോ ഒലിവ് മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ പറയുക, ഇത് ആകസ്മികമായ പോക്കല്ല, ഇത് 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 ആ കുരിശുമണ്ഡലത്തിന് തൊട്ട് മുമ്പുള്ള പോക്കല്ല. പിന്നെയോ എൻ്റെ സഹോദരങ്ങളെ, എല്ലാ ദിവസവും പതിവ് പോലെ പ്രാർത്ഥിക്കാൻ പോയി എന്ന വചനം വെളിപ്പെടുത്തുകയാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഈ പതിവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫിലോസഫിയൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ച കാര്യം ഓർക്കാണ്, ഒരു വസ്തു സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തി സ്ഥിതി ചെയ്യുന്നത് ഒരു ടൈമിലും ഒരു സ്പേസിലുമാണ് ഒന്നിന് ഈ എക്സിസ്റ്റൻസ് ഉള്ളത്. ഇപ്പം ഞാൻ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാ? ഈ ഒരു ടൈമിലാണ്. അതേപോലെ ഒരു സ്പേസ്, എനിക്ക് നിൽക്കാൻ ഒരു സ്പേസ് വേണം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ വളരണമെന്നുണ്ടെങ്കിൽ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ആധ്യാത്മികത വളർത്തിയെടുക്കണം. നസറത്തിലെ തിരുക്കുടുംബത്തിന്റെ പ്രത്യേകത എന്താ? അവര് പതിവ് പോലെ തിരുനാളിന് പോയി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെന്താ വായിച്ചെടുക്കേണ്ടത്? അവര് പതിവ് പോലെ ബൈബിൾ വായിച്ചിരുന്നു അല്ലേ? അവര് പതിവ് പോലെ പ്രാർത്ഥന നടത്തിയിരുന്നു എന്നാണ് വായിച്ചെടുക്കേണ്ടത്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഈശോയുടെ ജീവിതത്തിൽ അവൻ പതിവ് പോലെ പ്രാർത്ഥിക്കാൻ പോയി, അവൻ പതിവ് പോലെ വചനം വായിക്കാൻ എഴുന്നേറ്റു, അവൻ പതിവ് പോലെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് സ്ഥലം, സമയം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? പിശാച് ഒരാളുടെ ആധ്യാത്മിക ജീവിതം തകർക്കാൻ പിശാച് പണിയെടുക്കുന്ന രീതി എന്ന് പറയുന്നറിയോ? ഈ ടൈം തെറ്റിക്കും, ഈ സ്പേസ് തെറ്റിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഈ ടൈമും സ്പേസും തെറ്റിക്കാൻ പിശാച് എങ്ങനെയാണ് പരിശ്രമിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് നമ്മുടെ ആധ്യാത്മിക കൃത്യം ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ചില പ്രശ്നങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില സംഗതികൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് തരും. അപ്പൊ നമ്മൾ പാളിപ്പോവും. അങ്ങനെ പല തവണ ഇത് മാറ്റിയാൽ അപകടകരമാണ്. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട കുടുംബജീവിതം നയിക്കുന്ന സഹോദരങ്ങളെ, സമർപ്പണ ജീവിതം നയിക്കുന്ന സഹോദരങ്ങളെ, ഓർക്കണം, കുടുംബ പ്രാർത്ഥനയുടെ സമയം തെറ്റിക്കുന്നത് നല്ലതല്ല. സന്യാസ ജീവിതം നയിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി പറയുകയാണ്, എൻ്റെ സഹോദരൻ, യാമപ്രാർത്ഥനയുടെ സമയം തെറ്റിക്കുന്നത് നല്ലതല്ല. ഇത് വലിയ അപകടം ഉണ്ടാക്കും. പല പ്രാവശ്യം സമയം തെറ്റിച്ച് സാഹചര്യം മാറ്റിമറിച്ച് പിശാച് നമ്മളെ വീഴ്ത്തിക്കളയും. വളരെ പ്രധാനപ്പെട്ട വചനഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. അത് ദാനിയേൽ പ്രവചനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 10-ാം തിരുവചനമാണ്. ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 6 വേഴ്സ് 10. രേഖയിൽ മുദ്ര വെച്ചിരിക്കുന്നുവെന്ന് അറിഞ്ഞ ദാനിയേൽ സ്വഭവനത്തിലേക്ക് പോയി. വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ജെറുസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങൾ ഉണ്ടായിരുന്നു. താൻ മുൻപ് ചെയ്തിരുന്നത് പോലെ അവൻ അവിടെ ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ ചെയ്ത കാര്യം എന്താ പറയുന്നത്? പതിവ് പോലെ ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ തിന്ന് തൻ്റെ ദൈവത്തോട് നന്ദി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പതിവ് പോലെ, ഒരു വ്യത്യാസവും ഇല്ല. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കണം, ഇതെപ്പോഴാണ് ദാനിയേൽ ചെയ്യുന്നത്? ദാനിയേലിനെ കൂട്ടത്തിനുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് രാജാവ് രേഖയിൽ മുദ്ര വെച്ചു എന്നറിഞ്ഞ ഉടനെ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാവോ? കടപ്പെട്ട പ്രാർത്ഥനകൾ ചെല്ലാൻ പോവാണ്. അല്ല രക്ഷപ്പെടാൻ വേണ്ടി ഓടുവല്ല, ഈ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി മറ്റു തരത്തിലുള്ള സ്റ്റെപ്പ് എടുക്കുകയല്ല ചെയ്തത്. തന്റെ പ്രാർത്ഥന മുടക്കാതിരിക്കാനുള്ള പരിശ്രമമാണ് ശ്രമിച്ചത്. അല്ലേ? ചിന്തിച്ചു നോക്ക്. എന്തിനാ ഈ ബൈബിൾ എൻ്റെ സഹോദരങ്ങൾ ഈ വചനങ്ങൾക്ക് എഴുതി വെച്ചിരിക്കുന്നത്? അതിന് കാര്യമുണ്ട്. കാരണം എന്താ? എന്ത് തന്നെയായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇത്രയും വലിയ പ്രതിസന്ധി എന്തായാലും പ്രാർത്ഥന മുടക്കാൻ വേണ്ടി ഇതുവരെ വന്നിട്ടില്ലല്ലോ.
അല്ലേ? നിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകും എന്നൊരു സാഹചര്യം വന്നിട്ടില്ലല്ലോ. വീട്ടിലൊരു ഗസ്റ്റ് വന്നതെന്നുള്ള സാഹചര്യമല്ലേ വന്നുള്ളൂ. വെള്ളം തീർന്നു പോയെന്നൊരു സാഹചര്യമല്ലേ വന്നിട്ടുള്ളൂ. അല്ലേ? ചിന്തിച്ചു നോക്ക്. ഇവിടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് പറയുന്ന സാഹചര്യം വന്നിട്ടും മാറ്റമില്ല. സമയം തെറ്റിക്കുന്നില്ല. അതുപോലെ പ്രാർത്ഥിക്കുകയാണ്, പതിവ് പോലെ പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനയുടെ സമയം തെറ്റിച്ചാൽ, ശ്രദ്ധിക്കണം, സമയം തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ പിശാചിനൊരു ടാർഗറ്റാണ്. ഈശോയുടെ ജീവിതത്തിലേക്ക് ഈശോ ആ തുടക്കത്തിലെ മരുഭൂമി പ്രലോഭനം ചിന്തിച്ചു നോക്കിയേ. സമയം തെറ്റിക്കാൻ നോക്കുകയാണ്. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിജയിച്ചവരുടെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്തൊരു വ്യത്യാസമില്ല. 119 സങ്കീർത്തനത്തിൽ 164 തിരുവചനത്തിൽ പഠിപ്പിക്കുകയാണ്, അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകളെ പ്രതി ദിവസം 7 പ്രാവശ്യം ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ, സഭയുടെ ഔദ്യോഗിക യാമപ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നവരെ സംബന്ധിച്ചിടത്തോളം 7 ദിവസത്തിൽ 7 നേരം പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയുടെ സമയത്ത് നമ്മൾ വിചാരിക്കും ഈ സമയങ്ങളിൽ നടക്കുന്ന ഒരു സംഗതിയുണ്ട്. കാരണം എന്താണെന്നറിയാവോ? ഇത് നമ്മൾ ഒറ്റയ്ക്ക് നടത്തേണ്ട പ്രാർത്ഥനയല്ല. ഒരു കുടുംബ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് അനേക സ്ഥലങ്ങൾ ഒരേ സമയത്ത് പ്രാർത്ഥന നടക്കുമ്പോൾ ഈ പ്രകൃതിയിൽ വ്യത്യാസങ്ങൾ സംഭവിക്കുകയാണ്. സഭയുടെ വലിയ കൃപയുടെ നിക്ഷേപ ഭണ്ഡാരത്തിൽ നമുക്ക് കൃപ പകരപ്പെടുകയാണ്. ഇതിന് വലിയൊരു കൂട്ടായ്മയാണ്. ഇത് ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു സംഗതി അല്ല. ഇതിലുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈ ദാനിയേലിന്റെ പുസ്തകത്തിൽ തന്നെ അതിന്റെ 9-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ തിരുവചനം, അപ്പോൾ ആദ്യം ദർശനത്തിൽ ഞാൻ കണ്ട ഗബ്രിയേൽ സായാഹ്ന ബലിയുടെ സമയത്ത് എൻ്റെ അടുത്തേക്ക് പറന്നു എന്ന് പറഞ്ഞാൽ ദാനിയേൽ ഒരു പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞിട്ടിരിക്കുകയാണ്. ദാനിയേൽ ഒരു പ്രധാനപ്പെട്ട മധ്യസ്ഥ പ്രാർത്ഥന ആദ്യാനത്തിൽ നടത്തുന്നുണ്ട്. ജനത്തിന് വരാൻ പോകുന്ന അടിമത്തത്തിൻ്റെയും പല കാര്യങ്ങളെയും വിഷയങ്ങളെയും പ്രാർത്ഥന നടത്തുകയാണ്. ആ പ്രാർത്ഥന നടത്തി കഴിഞ്ഞിട്ട് അതിന് ഉത്തരവുമായിട്ട് ഈ മാലാഖ വരുന്നത് എപ്പോഴാ? വൈകുന്നേരത്തെ സായാഹ്ന പ്രാർത്ഥനയുടെ സമയത്ത്. നമ്മളെ സംബന്ധിച്ച കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത്, ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം ആ റംസ പ്രാർത്ഥനയുടെ സമയത്ത്, ഒരു സിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രാർത്ഥനയുടെ സമയത്ത്, ബ്രീവർ ചൊല്ലുന്ന സമയത്ത്. ഇനി പുതിയ മുദ്രയ്ക്ക് നോക്കിയേ, അപ്പസ്തോല പ്രവർത്തനം 3-ാമത്തെ അധ്യായത്തിൽ 1-ാം തിരുവചനം, ആക്ട്സ് ചാപ്റ്റർ 3 വേഴ്സ് 1. ഒരു ദിവസം 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ നോക്കിയേ, 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പോവാണെന്ന് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സമയങ്ങൾ വ്യത്യാസമുണ്ട്, മണിക്കൂറുകൾ, അങ്ങനത്തെ പല വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പോകുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അവിടെയാണ് വലിയൊരു സൗഖ്യം നടക്കുന്നത്, വലിയൊരു വിടുതൽ നടക്കുന്ന സമയത്താണ്. ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയത്താണ് അത്ഭുതകരമായൊരു ദൈവിക ശക്തിയാൽ ആ മുടന്തന് സൗഖ്യം കൊടുക്കുന്ന സംഭവം നടക്കുന്നത്. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലർ പറഞ്ഞ 10-ാമത്തെ അധ്യായത്തിൽ 3-ാം തിരുവചനം, ഒരു ദിവസം ഏതാണ്ട് 9-ാം മണിക്കൂറിൽ കൊർന്നേലിയോസ് എന്ന് വിളിച്ചുകൊണ്ട് ഒരു ദൈവദൂതൻ ആഗതനാകുന്നത് ഒരു ദർശനത്തിൽ അവൻ വ്യക്തമായിട്ട് കണ്ടു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊർന്നേലിയോസ് എന്ന് പറയുന്നൊരു വ്യക്തി, ഒരു കുടുംബജീവൻ നയിച്ചിരുന്ന വ്യക്തിയെന്ന് നമ്മൾ ചിന്തിക്കണം. അവൻ 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പോകുന്ന സമയത്താണല്ലോ, ആ സമയത്താണ് ദൈവദൂതൻ വരുന്നത്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു എന്ന് കരുതുക. അതിങ്ങനെ ആവർത്തിച്ച് പതിവ് പോലെ പ്രാർത്ഥിക്കും. ആ സമയത്തൊരു ദൈവിക ഇടപെടലുണ്ടാവും. അപ്പൊ പിശാച് നോക്കുന്ന ഈ സമയം തട്ടിക്കാൻ നോക്കും. രാവിലെ എഴുന്നേറ്റ് ഉദാഹരണം ഒരു 6 മണി മുതൽ 6:30 വരെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്ന ഒരു ശീലം ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് 7 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നൊരു പ്രകൃതം ഉണ്ടെന്ന് നോക്കുക. ഈ സമയം തെറ്റിക്കാൻ പിശാച് നോക്കും. ഇല്ല, നിങ്ങളുടെ അനുഭവത്തിൽ ചിന്തിച്ചു നോക്കി. അപ്പോസ്തല പ്രവർത്തനം 10-ാമത്തെ അധ്യായം 9-ാം തിരുവചനം, അവർ യാത്ര ചെയ്ത് പിറ്റേ ദിവസം നഗരത്തെ സമീപിച്ചപ്പോൾ പത്രോസ് പ്രാർത്ഥിക്കാൻ മട്ടുമാവിലേക്ക് പോവുകയായിരുന്നു. ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. കണ്ടോ,
6 മണിക്കൂറിന് ആ പ്രാർത്ഥന പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ പതിവുകളൊന്നും നമ്മൾ തെറ്റിക്കരുത്. ബൈബിൾ വായനയുടെ പതിവ്, ഒരു സമയം, ഒരു സ്ഥലം തെറ്റിക്കരുത്. കുടുംബ പ്രാർത്ഥനയുടെ സമയം, സ്ഥലം തെറ്റിക്കരുത്. യാമപ്രാർത്ഥനയുടെ കാനന നമസ്കാരം ചെയ്യുന്ന സമയം, അതിൻ്റെ പതിവ് തെറ്റിക്കരുത്. കാരണം ആ സമയത്ത് അതുപോലത്തെ ദൈവിക ഇടപെടലുണ്ട്. അതുകൊണ്ട് തന്നെ പിശാച് വളരെ കൗശലപൂർവ്വം അത് മാറ്റാൻ നോക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, വേണ്ട വിധം അനുദപിക്കേണ്ടത് എങ്ങനെയെന്ന്, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ദൈവമേ, വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ദൈവജനം ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓരോ വചനം കേട്ട് കഴിയുമ്പോഴും ഞങ്ങൾ ചോദിക്കേണ്ട ചോദ്യം അതാണല്ലോ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവമേ, ഈ വചനപ്രകാരം ഞങ്ങളെ തന്നെ പരിശോധിക്കുകയാണ്. ഒരുപാട് വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട്. നിസാര കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയുടെ സമയം മാറ്റി, നിസാര കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന വേണ്ടാന്ന് വെച്ചു. ഒരുപാട് തവണ, 1 അല്ല 9 അല്ല, ഒരുപാട് തവണ. ദൈവമേ, ഇതെല്ലാം പിശാചിൻ്റെ തട്ടിപ്പും പ്രലോഭനമാണെന്ന് അറിയാൻ ഒരുപാട് വൈകി. ദൈവമേ, ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. ഇന്നേ വരെ വന്നു പോയിരിക്കുന്ന എല്ലാ വീഴ്ചകൾക്കും മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, സമയം തെറ്റാതെ പ്രാർത്ഥിക്കാൻ. കർത്താവെ, വില കൊടുത്തും എന്താ പ്രതിസന്ധി ഉണ്ടായാലും കർത്താവെ, ആധ്യാത്മിക ജീവിതത്തിൽ പതിവുകൾ തെറ്റിക്കാതെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കൊരു കൃപയും തരണം. കർത്താവ്, ഞങ്ങൾ അനുദപിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ സഹായിക്കണമേ. ദാവീദിൻ പുത്രനാം യേശുവേ, കരുണ തോന്നണമേ. ദാവീദിൻ പുത്രനാം യേശുവേ, കരുണ തോന്നണമേ. ലോകപാപം നീക്കും ദൈവമേ, പാപം പൊറുക്കേണമേ. ലോകപാപം നീക്കും ദൈവമേ, പാപം പൊറുക്കേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ ഈശോയെ വിളിക്കുന്നു. യേശുവേ.